ഒരു കോഴിയും ഒരു ചേനയും 2,50,1 രൂപ. ഒരു കോഴിയുടെയും ഒരു ചേനയുടെയും വില 2,05,000 രൂപ. സംഗതി ലേലമാണ്. കോട്ടയം ജില്ലയിലെ തെങ്ങണ സെൻറ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് ആവേശകരമായ ഈ ലേലം നടന്നത്. അപ്പോൾ ഈ പള്ളിയുടെ വികാരി അച്ഛൻ തന്നെ നമുക്കിപ്പോൾ ചേരുകയാണ്. വളരെ ആവേശകരമായ ഒരു ലേലം. 2 ലക്ഷം രൂപയ്ക്ക് പുറത്തേക്ക് ഒരു കോഴിക്കും ഒരു ചേനയ്ക്കും വില പോകുന്നൊരു സാഹചര്യം അല്ലേ? അതെ, അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലേലമായിരുന്നു ഇവിടെ നടന്നത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ച് ഇവിടുത്തെ പ്രവാസികളായ 3-4 ഇടവകയിൽപ്പെട്ട ആളുകൾ വന്ന് ഇങ്ങനെ ചോദിച്ചു, അച്ഛാ, പെരുന്നാൾ നമുക്ക് വ്യത്യസ്തമായൊരു പരിപാടി സംഘടിപ്പിച്ചാൽ എന്താണ് എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഒരു കോഴിയെയും ഒരു ചേനയും സംഘടിപ്പിച്ച് ഇവിടെ മറ്റാരോടും പറയാനായിട്ടുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ കുർബാന കഴിഞ്ഞ് അതിൻ്റെ ലേലം വിളി ആരംഭിച്ചു. ലേലം വിളി ആരംഭിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ ഇടവ മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. തിരുമേനി ആദ്യം 500 രൂപയ്ക്ക് വിളിച്ച് തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ 500 രൂപ ഞങ്ങളുടെ തളികയിൽ ഇടിയിപ്പിച്ചു. അപ്പോൾ അതോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. അപ്പം ഞങ്ങളിതൊരു 10,000 രൂപ കൊണ്ടൊക്കെ നിൽക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിത് തുടങ്ങിയത്. പക്ഷേങ്കിൽ ഇത് 50,000 കഴിഞ്ഞു, 1 ലക്ഷം കഴിഞ്ഞു. ആ രീതിയിൽ ഇത് 2,05,001 രൂപ വരെ എത്തിച്ചേർന്നു. ഇപ്പോൾ ഈ ലേലം വിളിയുടെ പ്രത്യേകതയെന്ന് പറയുന്നത് സാധാരണ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ലേലം വിളിക്കുന്ന ഒരു രീതിയിലല്ല ഇപ്രാവശ്യം ഇവിടെ ലേലം വിളിച്ചത്. അതൊരു കൂട്ടുലേലമായിരുന്നു. കൂട്ടുലേലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ വിളിച്ചിട്ട് അടുത്തയാൾ 5,000 രൂപ 1,05,000 വിളിച്ചാൽ ആ ആൾ ആ 5,000 രൂപ പള്ളിക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇത് കൂടിപ്പോയി ഇത് ഭംഗിയായ രീതിയിൽ 2,05,001 രൂപ വരെ എത്തിച്ചേരാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ പള്ളിയിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കിതിനുള്ള ഒരു ഫണ്ട് സമാഹരിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ ഒരു ആശയം രൂപപ്പെട്ടതും ഇങ്ങനെ അതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പരിപാടി വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതും അത് വളരെ പെട്ടെന്ന് വൈറലായി വിജയത്തിൽ ആയിത്തീരുന്ന സാഹചര്യം ഉണ്ടായതും. അപ്പോൾ അത് ഈ പള്ളിയിൽപ്പെട്ട, അതായത് ഈ ഇടവകയിൽ നേരത്തെ മദ്ബഹായിൽ ശുശ്രൂഷിച്ചിട്ടുള്ള യുവജനങ്ങൾ ഈ പള്ളിയോട് വളരെ അഭേദ്യമായ ബന്ധമാണ്. ഈ പെരുന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യം ഏറ്റെടുത്ത് നടത്തിയതും അവർ തന്നെയാണ്. അപ്പോൾ അതിൽ ഏതാനും ചില യുവാക്കളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലേക്ക്, ഇടവക ജനങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഒരു ഇത്രയും പല ആളുകളുടെ സഹകരണത്തിലൂടെ വരാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ലേലം വിളിച്ച വ്യക്തി ആരാണ്? ഈ 2,05,000 രൂപയ്ക്ക് ഏറ്റവും ഒടുവിൽ ലേലം ഉറപ്പിച്ച വ്യക്തി ആരാണ്? ഏറ്റവും ഒടുവിൽ ഉറപ്പിച്ച വ്യക്തി ഇദ്ദേഹമാണ്. ഷൈബു വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുംബൈയിൽ ഒരു ബിസിനസ് വളരെ ഭംഗിയായിട്ട്, മുംബൈയിൽ മാത്രമല്ല ലോകം മുഴുവൻ അതിൻ്റെ ശൃംഖലയുണ്ട്. അപ്പം ആ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്. ഇവിടെ മദ്ബഹായിലൊക്കെ കയറിക്കൊണ്ടിരുന്ന ആളാണ്. പെരുന്നാൾ കൂടാൻ വന്നപ്പം അവർക്കൊരു പുതിയ ആശയം ഉണ്ടായി, ആ രീതിയിൽ വന്നതാണ്. ഏറ്റവും ഒടുവിൽ വന്നയാൾ ഷൈബിൻ വർഗീസാണ്. താങ്കളാണ് ഈ 2,05,000 രൂപയ്ക്ക് ഒരു കോഴിയും ചേനയും വാങ്ങിയതല്ലേ? അതെ. അത് ആക്ച്വലി അച്ഛൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് പലരും കൂടി വന്നതാണ്. അന്ന് ലാസ്റ്റ് ഞങ്ങളൊരു ഒരു ബെഞ്ച് മാർക്കിലേക്ക് പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളൊരു 2 hours മേളിലേക്ക് വിളിപ്പോയി. അത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇടവ ജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആരും മാറി നിന്നില്ല. 100 രൂപയും 500 രൂപയും 1,000 രൂപയും 5,000 രൂപയും വരെ ആൾക്കാർ വിളിച്ചാണ് ആ എമൗണ്ട് ആ ലെവലിലേക്ക് വന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ടൈം ബ്രേക്ക് വേണം. ഓക്കെ, ആ ഒരു മൊമെൻറ്റിൽ ലാസ്റ്റ് വിളിയിൽ അത് ലക്കിലി അതെൻ്റെ പേരായിരുന്നു വന്നത്. അതുകൊണ്ട് അത് എൻ്റെ പേരിലേക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. എൻ്റെ പേരിൽ കിട്ടി, ഞാനത് എൻ്റെ അപ്പന് ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് KM വർഗീസ് എന്നുള്ള പേര് വന്നത്. താങ്കൾക്ക് മൊത്തത്തിൽ എത്ര രൂപ ഈ ലേലം വിളിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്? എനിക്കൊരു ക്ലോസ് ടു 78,000 റുപ്പീസോളം പോയിട്ടുണ്ട്. 78,000 രൂപ താങ്കൾ പലപ്പോഴായി വിളിച്ചു? അതെ. ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരുടെ, എൻ്റെ പപ്പയുടെ പേരിലും മക്കളുടെ പേരിലും ഒക്കെ ആയിട്ട് വിളിച്ച് 78,000 റുപ്പീസ് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ലേലം വിളിച്ചു എന്നല്ല, അതെൻ്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുത്ത ഒരു കാര്യം, അത്രേ ഉള്ളൂ. ഓക്കെ.
നിരവധി ആളുകൾ ഇതേപോലെ തന്നെ ഈ 50,000-ഓളം രൂപയും ഒക്കെ അല്ല വലിയ എമൗണ്ട് പല ആളുകളും വിളിച്ചല്ലേ? പിന്നെ വലിയ എമൗണ്ടുകൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു 25,000, 40,000, 45,000, 50,000 അങ്ങനെ പല ആൾക്കാർ പല എമൗണ്ടുകളാണ് വിളിച്ചേക്കുന്നത്. ചില ആൾക്കാർ 10,000 വിളിച്ചവരുണ്ട്. അങ്ങനെ പല ആളുകൾ പല എമൗണ്ടുകൾ വിളിച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേർന്നത്. എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ലേലം പോയി. തീർച്ചയായിട്ടും വളരെ മാറി. കാരണം ഞങ്ങളൊരു മാക്സിമം 25,000-ലേക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു വലിയ എമൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. കോട്ടയം ജില്ലയിലെ തെങ്ങണ സെൻറ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ആവേശകരമായ ഒരു ലേലം വിളി നടന്നത്. ഒരു കോഴിയും ഒരു ചേനയുമാണ് ലേലത്തിന് വെച്ചത്. 500 രൂപയിൽ തുടങ്ങിയ ലേലം വിളിയാണ്. കൂട്ടലേലമായിരുന്നു. ഏറ്റവും ഒടുവിൽ 2,05,001 രൂപയ്ക്കാണ് ആ ഒരു കോഴിയും ചേനയും കൂടി ലേലത്തിൽ പോയത്. തങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആ ആവേശകരമായ ലേലം വിളി നീണ്ടുപോയി എന്നാണ് ഈ പള്ളി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.